സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനം ഒരു ക്യൂക്ക് റിവിഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കുറിച്യ ലഹള നടന്ന വർഷം. കുറിച്യ ലഹള നടന്ന വർഷം 1812 1812 വയനാട്ടിലാണ് കുറിച്യ ലഹള നടന്നത്. കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? തോമസ് വാർട്ടൺ. ഉദ്യോഗസ്ഥന്റെ പേര് തോമസ് വാർട്ടൺ. കുറിച്യ ലഹളയുടെ നേതാവ് രാമനമ്പി. കുറിച്യ ലഹളയുടെ നേതാവ് ആരായിരുന്നു? രാമനമ്പി. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ്. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ബ്രിട്ടീഷുകാർ കുറിച്യ ലഹള അടിച്ചമർത്തിയതെന്നാണ്. 1812 മെയ് 8 ബ്രിട്ടീഷുകാർ കുറിച്യ ലഹള അടിച്ചമർത്തിയത്. 1812 മെയ് 8. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുമാരൻ വയലേരിയാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും പുസ്തകത്തിന്റെ പേര് രചിച്ചത് ആരാണ്? കുമാരൻ വയലേരി. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് മൊറാഴ സമരം. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് മൊറാഴ സമരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം ഏതാണ്? മൊറാഴ സമരമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം. മൊറാഴ സമരം നടന്ന വർഷം 1940. എവിടെയാണ്? കണ്ണൂരാണ്. 1940 കണ്ണൂർ. മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കാൻ KPCC ജനങ്ങളോട് ആഹ്വാനം ചെയ്ത തീയതി ഏതാണ്? 1940 സെപ്റ്റംബർ 15 മലബാറില് സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ KPCC ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. 1940 സെപ്റ്റംബർ 15. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ KM കൃഷ്ണൻകുട്ടി മേനോനും രാമൻ. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥരാണ് KM കൃഷ്ണൻകുട്ടി മേനോൻ, രാമൻ എന്നിവർ. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലനാണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലൻ. KPR ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവ് ആര് എന്ന് ചോദിക്കാറുണ്ട്. ഗാന്ധിജിയാണ്. KPR ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവ് ആരാണ്? ഗാന്ധിജി. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. എന്തിന്? ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1809 ജനുവരി 11. വർഷവും ഡേറ്റും ഓർത്തു വെക്കണം. 1809 ജനുവരി 11 അല്ലെങ്കിൽ 984 മകരം 1. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ഏതാണ്? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ പേര് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കയ്യൂർ സമരം നടന്നത് എന്നാണ്? കയ്യൂർ സമരം നടന്നത് 1941. 1941. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. കയ്യൂർ സമരത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സുബ്ബരായനാണ്. കയ്യൂർ സമരത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാരാണ്? സുബ്ബരായൻ. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ്? 4 പേരാണ് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ. മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കൊയ്ത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കൊയ്ത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരാണ് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയ തീയതി ഏതാണ്? 1943 മാർച്ച് 29. 1943 മാർച്ച് 29.
കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ്? കരിയങ്കോട് നദിയാണ്. കരിയങ്കോട് നദി. കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദി. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആരാണ്? ഇ കെ നായനാരാണ്. ഇ കെ നായനാർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. നോവലിന്റെ പേര് എന്താണ്? ചിരസ്മരണ. ഏതിനെ ആസ്പദമാക്കിയിട്ടാണ്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ്. രചിച്ചത് ആരാണ്? നിരഞ്ജന. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ചെയ്തതാരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ഏതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് മീനമാസത്തിലെ സൂര്യൻ? കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പുലയവണ്ടി അഥവാ വില്ലുവണ്ടി സമരം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്നത്. പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ജാതി തിരിച്ചറിയുന്നതിനായി അധകൃതർ ധരിച്ചിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ 1915 ആഹ്വാനം ചെയ്ത സാമൂഹിക വിപ്ലവകാരി ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി എത്ര വർഷം അംഗമായിരുന്നു? 25 വർഷം. ശ്രീമൂലം പ്രജാസഭയിൽ 25 വർഷം അയ്യങ്കാളി അംഗമായിരുന്നു. 1936 ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. എന്തിനു ശേഷമാണ്? 1936 ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ശേഷം അയ്യങ്കാളി എന്താണ് പറഞ്ഞത്? ഹരിജനങ്ങളും മനുഷ്യരായി. ഹരിജനങ്ങളും മനുഷ്യരായി. 1915 കൊല്ലത്ത് നടന്ന പെരിനാട്ടു ലഹളയ്ക്ക് പരിഹാരം കണ്ടെത്തിയത് അയ്യങ്കാളി. താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായിട്ട് 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണ്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. അധികൃത സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിച്ച് സമരം നടത്തിയത് എവിടെയാണ്? പെരിനാടാണ്. കൊല്ലം ജില്ലയിലെ പെരിനാട്. തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഏത് വർഷമാണ്? 1980 അയ്യങ്കാളി പ്രതിമ എവിടെയാണ്? തിരുവനന്തപുരത്ത് കവടിയാറിൽ. അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. വർഷം 1980. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് ഏത് ഗ്രാമത്തിലാണ്? വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. അയ്യങ്കാളി ജനിച്ച വർഷം 1863. 1863. പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായിട്ട്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1907. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കുടം ആരംഭിച്ചത് ഏത് വർഷം? കുടിപ്പള്ളിക്കുടം എവിടെയാണ്? തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ. വർഷം ഏതാണ്? 1905. 1905. ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1911. 1911.
പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ജാതി ചിഹ്നത്തിന്റെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിയണമെന്നുള്ള സാമൂഹിക തിന്മയ്ക്കെതിരെ അയ്യങ്കാളി നടത്തിയ കല്ലുമാല സമരം ഡാഡ് സമരം എന്നും അറിയപ്പെടുന്നു. പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നത് ഏതാണ്? കല്ലുമാല സമരമാണ്. നേതൃത്വം നൽകിയത് ആരാണോ? അയ്യങ്കാളിയാണ്. ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ സന്ദർശിച്ചത്? 5ാമത്തേതാണ്. 1937 5ാമത്തെ പ്രാവശ്യം ഗാന്ധിജി കേരളത്തിൽ എത്തിയപ്പോഴാണ് അയ്യങ്കാളിയെ സന്ദർശിച്ചത്. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന SNDP യോഗമാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാനായിട്ട് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് SNDP യോഗം. ഹരിജനങ്ങളുടെ പ്രമുഖ നേതാവായ ഇദ്ദേഹത്തെ ഗാന്ധിജി പുലയരാജ് എന്ന് വിളിക്കുകയുണ്ടായി. ആരാണ് ഇദ്ദേഹം? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിക്ക് പ്രചോദനം നൽകിയത് ആരുടെ പ്രവർത്തനങ്ങളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളാണ്. സാധുജന പരിപാലന യോഗത്തിന്റെ പ്രഥമോദ്ദേശം എന്തായിരുന്നു? വിദ്യാലയ പ്രവേശനം നേടുക. സാധുജന പരിപാലന യോഗത്തിന്റെ പ്രഥമോദ്ദേശം എന്തായിരുന്നു? വിദ്യാലയ പ്രവേശനം നേടുക. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? അയ്യങ്കാളിയുടെ ബഹുമാനാർത്ഥമാണ് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം നാമകരണം ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കപ്പെട്ട ആദ്യത്തെ അധസ്ഥിത സമുദായ അംഗമാണ് അയ്യങ്കാളി. ഏത് നവോത്ഥാന നായകന്റെ പ്രതിമയാണ് തിരുവനന്തപുരത്ത് കവടിയാറിൽ സ്ഥാപിച്ചിരിക്കുന്നത്? അയ്യങ്കാളിയുടേതാണ്. അയ്യങ്കാളിയുടെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്ത് കവടിയാറിൽ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂർ ചിത്രകൂടത്ത് അയ്യങ്കാളി സ്മാരകം. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ അയ്യങ്കാളിയാണ്. ചാലിയത്തെരുവ് ലഹള സൂത്രധാരൻ അയ്യങ്കാളി. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ്? വെങ്ങാനൂര്. അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ചത് വെങ്ങാനൂരാണ്. സമുദായ കോടതി സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. എവിടെയാണ്? വെങ്ങാനൂര്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ SC വിഭാഗത്തിൽപ്പെട്ടയാൾ അയ്യങ്കാളി. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് THP ചെന്താരശ്ശേരിയാണ്. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് THP ചെന്താരശ്ശേരി. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911 ഡിസംബർ 5 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായതെന്നാണ് 1911 ഡിസംബർ 5. 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത ഹാൾ ഏതാണ്? BJT ഹാളാണ്. തിരുവനന്തപുരം ജില്ലയിലെ BJT ഹാളാണ് 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത ഹാൾ. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് EK നായനാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? EK നായനാർ. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ്. സാധുജന പരിപാലന യോഗത്തിന്റെ പുതിയ പേര് പുലയ മഹാസഭ.
സാധുജന പരിപാലന യോഗത്തിന്റെ പുതിയ പേരാണ് പുലയ മഹാസഭ. സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്. സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരായിരുന്നത് ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ്. സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപർ ആരായിരുന്നു? ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം സാധുജന പരിപാലിനി. തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യ മഹാസമ്മേളനം നടന്നത് കൊല്ലം സമ്മേളനമാണ് 1915. തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യ മഹാസമ്മേളനമാണ് കൊല്ലം സമ്മേളനം 1915. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അയ്യങ്കാളി. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12-നാണ്. 2002 ഓഗസ്റ്റ് 12-നാണ് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ചിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010-ലാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. അയ്യങ്കാളി എ ലളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് എം നിസാറും മീന കന്ദസ്വാമിയുമാണ്. അയ്യങ്കാളി എ ലളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് കൃതിയുടെ കർത്താവ് ആരാണ്? എം നിസാറും മീന കന്ദസ്വാമി. ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്നാണ്? ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. 1853. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂര്, കണ്ണമ്മൂല. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂര്, കണ്ണമ്മൂല. ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. ഉള്ളൂർക്കോട് വീട് ആരുടെ വീട്ടുപേരാണ്? ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേരാണ്. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. യഥാർത്ഥ പേര് ഏതെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ. ബാല്യകാലനാമമാണ് കുഞ്ഞൻപിള്ള. ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. വിദ്യാധിരാജ എന്നറിയപ്പെട്ടതാരാണ്? വിദ്യാധിരാജ. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്ന് അറിയപ്പെട്ടത്. ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യാസ്വാമികളാണ്. തൈക്കാട് അയ്യാസ്വാമികൾ. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമിയാണ്. ഷൺമുഖദാസൻ, ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചതാരാണ്? തൈക്കാട് അയ്യാണ്. പ്രാചീന മലയാളത്തിന്റെ കർത്താവാര്? ചട്ടമ്പി സ്വാമികൾ. സ്ഥിരം ചോദ്യമാണ്. പ്രാചീന മലയാളം ആരുടെ കൃതി? ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത ചിന്താ പദ്ധതി, ചട്ടമ്പി സ്വാമികൾ. കാവ്യവും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. കാവ്യവും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമിയാണ്. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമി. കാഷായം ധരിക്കാത്ത സന്യാസി ചട്ടമ്പി സ്വാമി. സർവ വിദ്യാധിരാജ് എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമിയാണ്. സ്വാമി വിവേകാനന്ദൻ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. തലപ്പന്ത് കളികളിൽ അഗ്രഗണ്യനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ.
തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായിട്ട് ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ്. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായിട്ട് ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ ജന്തുബലി നിരോധിച്ചതിന് കാരണക്കാരനായ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. എവിടെയാണ്? തിരുവിതാംകൂറിൽ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ ജന്തുബലി നിരോധിച്ചതിന് കാരണക്കാരനായ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ഉച്ചനീചത്വത്തിനെതിരെ പട്ടിസദ്യ സംഘടിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പട്ടിസദ്യ സംഘടിപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നായർ സമുദായമാണ്. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നായർ സമുദായമാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ വടിവീശ്വരം. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അതിലെന്താണ് പറയുന്നത്? അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ചതാണ് ചട്ടമ്പി സ്വാമികളുടെ ഈ കൃതി. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം എന്നിവ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ എതിർത്ത് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതികളാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ എതിർത്ത് ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. നിജാനന്ദ വിലാസം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ. കൃതിയുടെ പേര് നിജാനന്ദ വിലാസം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാപകാവ്യം സമാധി സപ്താഹം. സമാധി സപ്താഹം ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. പണ്ഡിറ്റ് കറുപ്പൻ ആരുടെ വിയോഗത്തെ തുടർന്നാണ് സമാധി സപ്താഹം എന്ന കൃതി വിലാപകാവ്യം രചിച്ചത്? ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്നാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് ശ്രീനാരായണ ഗുരു രചിച്ച വിലാപകാവ്യമാണ് നവമഞ്ജരി. നവമഞ്ജരി ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. വിലാപകാവ്യമാണ്. നവമഞ്ജരി എന്ന വിലാപകാവ്യം ശ്രീനാരായണ ഗുരു രചിച്ചത് ആരുടെ സമാധിയെ തുടർന്നാണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്നാണ്. ചട്ടമ്പി സ്വാമി സമാധിയായതെന്നാണ്? 1924 മെയ് 5 1924 മെയ് 5. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെട്ടത് എവിടെ വെച്ചാണ്? അണിയൂർ ക്ഷേത്രം. ചെമ്പഴന്തിയിലെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് 1882 ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെട്ടത്. വിവേകാനന്ദനെ ചട്ടമ്പി സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയതാരാണ്? ഡോക്ടർ പൽപ്പുവാണ്. സ്വാമി വിവേകാനന്ദനെ ചട്ടമ്പി സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ഡോക്ടർ പൽപ്പു. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 2014 ഏപ്രിൽ 30. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന ചട്ടമ്പി സ്വാമികളുടെ ഏത് പുസ്തകത്തെക്കുറിച്ചാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? വേദാധികാര നിരൂപണം എന്ന പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രം ശ്രീ ബാലഭട്ടാരകേശ്വര ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ ബാലഭട്ടാരകേശ്വര ക്ഷേത്രം.
ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ കെ മഹേശ്വരൻ നായർ. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും രചിച്ചത് ഡോക്ടർ കെ മഹേശ്വരൻ നായർ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856. 1856. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ശിവഗിരിക്ക് ആ പേര് നൽകിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരിക്ക് ആ പേര് നൽകിയത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 1888. ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനിചര്യ പഞ്ചകം രചിച്ചത്? മുനിചര്യ പഞ്ചകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ആരെ സന്ദർശിച്ചതിന് ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനിചര്യ പഞ്ചകം രചിച്ചത്? രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷമാണ്. രമണ മഹർഷി. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ചാണ്? മരുത്വാമലയിൽ വെച്ചാണ്. മരുത്വാമല. ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം 1913. ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം 1913. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജി സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1925. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925. മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയ വർഷം 1915. ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയ വർഷം 1915. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച സർവമത സമ്മേളനം നടന്ന വർഷം 1924. സർവമത സമ്മേളനം നടന്നത് എവിടെ? ആലുവയിലാണ്. വർഷം ഏതാണ്? 1924. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശ്രമം അദ്വൈതാശ്രമം ആലുവയാണ്. അദ്വൈതാശ്രമം ആലുവ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയത് ഏത് ആശ്രമത്തിൽ വെച്ചാണ്? അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം 1903. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വർഷം 1903. ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിക്കപ്പെട്ടത് 1928. ധർമ്മസംഘം സ്ഥാപിക്കപ്പെട്ടത് 1928. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ചത് കുമാരനാശാനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. SNDP യോഗത്തിന്റെ മുഖപത്രമായിരുന്നു വിവേകോദയം. SNDP യോഗത്തിന്റെ മുഖപത്രം വിവേകോദയം. വിവേകോദയ മാസികയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? കുമാരനാശാൻ. വിവേകോദയ മാസികയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? കുമാരനാശാൻ. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വചനം ശ്രീനാരായണ ഗുരു ഏത് ശ്രീകോവിലിന്റെ ചുവരിലാണ് സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയത്? അരുവിപ്പുറത്താണ്. അരുവിപ്പുറം. ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന വാക്യം ഉള്ളത്? ജാതി നിർണയം എന്ന കൃതിയിലാണ്. കൃതിയുടെ പേര് ജാതി നിർണയം. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ബന്ധു ആണ്. ബന്ധു. CF ആൻഡ്രൂസ്. ബന്ധു അല്ലെങ്കിൽ CF ആൻഡ്രൂസ് പറഞ്ഞത് എന്താണ്? ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ആരെക്കുറിച്ചാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. പറഞ്ഞതാരാണ്? ബന്ധു അല്ലെങ്കിൽ CF ആൻഡ്രൂസ്.
ഗുരു തൻ്റെ അവസാന പ്രതിഷ്ഠ നടത്തിയ സ്ഥലം കളവങ്കോടാണ്. ശ്രീനാരായണ ഗുരു തൻ്റെ അവസാന പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? കളവങ്കോട്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ്? നടരാജ ഗുരു. 1918 ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു എത്ര പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്? 2 പ്രാവശ്യമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം ശ്രീലങ്ക സന്ദർശനം ഏത് വർഷമായിരുന്നു? 1926. ആദ്യത്തേത് 1918 2 പ്രാവശ്യമാണ് ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് 1926. വൈക്കം സത്യാഗ്രഹകാലത്ത് ഗുരു സത്യാഗ്രഹാശ്രമം സന്ദർശിച്ചതെന്നാണ്? 1924 സെപ്റ്റംബറിലാണ്. 1924 സെപ്റ്റംബർ. ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ചു ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. ദർശനമാല ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. 1904 SNDPയുടെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്താണ്. വർഷം 1904. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ചത്? ബോധാനന്ദ സ്വാമികളെയാണ്. ബോധാനന്ദ സ്വാമികൾ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിച്ചത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. തലശ്ശേരി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിച്ചത് തലശ്ശേരി. ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരു. കൃതിയുടെ പേര് ജാതി നിർണയം. രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരു. ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യനാരാണ്? ശിവലിംഗ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ആനന്ദതീർത്ഥൻ. ആദ്യത്തേത് ശിവലിംഗ സ്വാമികൾ, അവസാനത്തേത് ആനന്ദതീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗം വാർഷികാഘോഷം നടന്ന സ്ഥലം പള്ളുരുത്തി. ഒടുവിൽ പങ്കെടുത്തത് പള്ളുരുത്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ. ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യത്തെ കേരളീയൻ ശ്രീനാരായണ ഗുരു. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് കുമാരനാശാനാണ്. കുമാരനാശൻ. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? മലയാളത്തിലാണ്. ആത്മോപദേശ ശതകം ഏത് ഭാഷയിലാണ്? മലയാളം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും ആശയങ്ങളും പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ചത് നടരാജ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം കളവൻകോട്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഏത് നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? നെയ്യാർ തീരത്താണ്. നെയ്യാറിൻ്റെ തീരത്താണ്. ആരുടെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവയിലാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. യുഗപുരുഷൻ എന്ന സിനിമയുടെ ജീവിതം ആസ്പദമാക്കിയാണ് ശ്രീനാരായണ ഗുരു. സിനിമയുടെ പേര് യുഗപുരുഷൻ.
ശ്രീനാരായണ ഗുരു സമാധിയായത് 1928 സെപ്റ്റംബർ 20. 1928 സെപ്റ്റംബർ 20. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത് 1933 ജനുവരി 1. 1933 ജനുവരി 1. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ രചനയാണ് നവമഞ്ജരി. ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്ക്. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. നിർവൃതി പഞ്ചകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. കൃതിയുടെ പേര് നിർവൃതി പഞ്ചകം. കർത്താവ് ശ്രീനാരായണ ഗുരു. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. ആരുടേതാണ് ഈ വാക്കുകൾ? രവീന്ദ്രനാഥ ടാഗോർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ചെമ്പഴന്തി ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.